നമ്മൾ ഇന്നലെ മലയാളം ഭാഗത്ത് നിന്ന് USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. കുറച്ചും കൂടെ ഉണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും. നോക്കിയോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫാത്തിമ തുരുത്ത് എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന സമകാലിക പ്രശ്നം ഏത്? ആൻസർ പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കുമ്മാട്ടിയിൽ പാട്ടിന് താളം കൊടുക്കുന്ന വാദ്യോപകരണം ഏതാണ്? ആൻസർ ഓണവില്ല്, അല്ലെങ്കിൽ വില്ലെന്നും തരും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ജിജ്ഞാസ. എന്താണ്? ജിജ്ഞാസ ആണ് അറിയാനുള്ള ആഗ്രഹം. അവസാനത്തെ ഇല എന്ന കഥ എഴുതിയതാര്? O. ഹെൻറി. അവസാനത്തെ ഇല എഴുതിയത് O. ഹെൻറി. കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയുമായി യോജിക്കുന്ന പഴഞ്ചൊല്ലുകൾ കണ്ടെത്തുക. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐകമത്യം എന്നാണ് കേട്ടോ. ഐകമത്യം മഹാബലം, ഒരുമ തന്നെ പെരുമ. ഇതെല്ലാമാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയുമായി യോജിക്കുന്ന പഴഞ്ചൊല്ലുകൾ. കലാരൂപം എന്നതിനെ വിഗ്രഹിച്ച് എഴുതിയാൽ, കലാരൂപം അതിനെ നമ്മൾ എങ്ങനെ വിഗ്രഹിക്കാം? ആൻസർ കലയുടെ രൂപം. എന്താണ്? കലയുടെ രൂപം. ശരവേഗത്തിൽ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ശരവേഗത്തിൽ. ശരം എന്ന് വെച്ചാൽ അമ്പ് അല്ലേ? അമ്പിന്റെ വേഗം എങ്ങനെയായിരിക്കും അത്? അതിന്റെ അർത്ഥം അതിവേഗത്തിൽ എന്നാണ്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ. അടുത്തത് തൈജസകീടം എന്ന പദത്തിന്റെ അർത്ഥം. തൈജസകീടം എന്ന് വെച്ചാൽ എന്താ? മിന്നാമിനുങ്ങിന്റെ ഒരു പര്യായ പദമാണ് തൈജസകീടം. അടുത്തത്, താഴെ തന്നിട്ടുള്ളവരിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടാത്തതാര്? ജ്ഞാനപീഠ പുരസ്കാരം ഇല്ലാത്തത് ആർക്കാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്, വൈക്കം മുഹമ്മദ് ബഷീർ. 4 പേരുടെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത്? ആർക്കാണ്? ഇതിൽ വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത്. ബാക്കി 3 പേർക്കും, അതായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, ഈ 3 പേർക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരാണെന്ന് ഒന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം USS എക്സാമിന്. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെന്ന് നോക്കാം. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിനായിരുന്നു. ആദ്യ മലയാളിയും ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും ആരാണ്? അത് G. ശങ്കരക്കുറുപ്പായിരുന്നു. പിന്നെ ആദ്യകാലത്ത് ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത് ഓരോ പർട്ടിക്കുലർ കൃതികൾക്കായിരുന്നു, അവരെഴുതിയ കൃതികൾക്കായിരുന്നു. പക്ഷെ പിന്നീട് അത് സമഗ്ര സംഭാവനയ്ക്കായിട്ട് മാറി. അപ്പോൾ ഈ G. ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ഒരു കൃതിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് കൃതി എന്നറിയോ? ഓടക്കുഴൽ എന്ന G. ശങ്കരക്കുറുപ്പിൻ്റെ കൃതിക്കാണ് 1965 ആദ്യമായിട്ട് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ലഭിച്ച മലയാളി SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. അത് 1984 കയർ എന്ന നോവലിനാണ് തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നാലാമത് MT വാസുദേവൻ നായർക്ക് 1995, അഞ്ചാമത് ONV കുറുപ്പിന് 2007, ആറാമത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ 3 പേർക്ക് മാത്രമേ ഓരോ കൃതികൾക്ക് ലഭിച്ചുള്ളൂ. പിന്നീടുള്ള ബാക്കി 3 പേര്, അതായത് നാലാമതും അഞ്ചാമതും ആറാമതും കിട്ടിയത് MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ഒക്കെ കിട്ടിയത് ഏതായിരുന്നു? അവരുടെ സമഗ്ര സംഭാവനയ്ക്കായിട്ടായിരുന്നു ലഭിച്ചത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കൃതികളില്ല. അപ്പോൾ മൊത്തം എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു? 6 മലയാളികൾക്ക്. ആരൊക്കെയാണ് അവർ? ഒന്നാമത് G. ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ. പിന്നെ രണ്ടാമത് SK പൊറ്റക്കാട്, ഒരു ദേശത്തിൻ്റെ കഥ. മൂന്നാമത് തകഴി ശിവശങ്കരപിള്ള, കയർ. നാലാമത് MT വാസുദേവൻ നായർ, അത് സമഗ്ര സംഭാവനയ്ക്കാണ്. അഞ്ചാമത് ONV കുറുപ്പ്, സമഗ്ര സംഭാവനയ്ക്ക്. ആറാമത് ഏറ്റവും അവസാനം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്, അതും സമഗ്ര സംഭാവന. അടുത്തൊരു ക്വസ്റ്റ്യൻ. കുമ്മാട്ടിയുടെ വായ്ത്താരി എഴുതുക. കുമ്മാട്ടിയുടെ വായ്ത്താരി ഏതാ? തിത്തോ തിമൃതോ തീയത്തോ. തിത്തോ തിമൃതോ തീയത്തോ, ഇതാണ് കുമ്മാട്ടിയുടെ വായ്ത്താരി. അടുത്തത്, പന്നിമറിച്ചിൽ എന്ന അഭ്യാസ പ്രകടനം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
കുമ്മാട്ടിക്കളി. ഏതാണ്? കുമ്മാട്ടിക്കളി. അടുത്ത ക്വസ്റ്റ്യൻ, സമയമാകുമ്പോൾ പിരിച്ചെഴുതുക. എങ്ങനെയാണ്? സമയം പ്ലസ് ആകുമ്പോൾ. ഇത് ഏത് സന്ധി എന്ന് വെച്ചാൽ ഏത് സന്ധിയാണ്? ഇത് ആദേശ സന്ധിയാണ് കേട്ടോ. സമയമാകുമ്പോൾ എന്നത് ആദേശ സന്ധിയാണ്. അടുത്തത്, വയനാട്ടിൽ വിത്ത് പാകുന്ന മാസം ഏതാണ്? മേടമാസത്തിലാണ്. വയനാട്ടിൽ വിത്ത് പാകുന്നത് മേടമാസത്തിൽ, നമ്മുടെ വിഷുവിൻ്റെയൊക്കെ സമയത്ത്. അടുത്തത്, ഐകമത്യം, ഐക്യമത്യം, ഐക്യമതം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്ക് ഏതാണ്? അതായത് ഈ തന്നിട്ടുള്ളതിൽ ശരിയായ രീതിയിൽ ഐകമത്യം എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ഉണ്ടാക്കുന്നതാണ്. കണ്ടോ? ഐകമത്യം എന്നുള്ളതാണ് കേട്ടോ. ഐകമത്യം. മനസ്സിൽ പറയുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? മനസ്സിൽ പറയുന്നത് അതിൻ്റെ ഒറ്റപ്പദം. അതിൻ്റെ ആൻസർ ആത്മഗതം. മനസ്സിൽ പറയുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആത്മഗതം. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളത്തോളിൻ്റെ ഏത് കാവ്യ സമാഹാരത്തിലെ കവിതയാണ് ഒരു ചിത്രം എന്നത്? വള്ളത്തോളിൻ്റെ മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതിയാണ് സാഹിത്യമഞ്ജരി. അതിൽ നിന്നുള്ള ഒരു കവിതയാണ് ഒരു ചിത്രം എന്നത്. ഒ ഹെൻറി എന്നത് ഏത് അമേരിക്കൻ സാഹിത്യകാരൻ്റെ തൂലികാനാമമാണ്? നമുക്കറിയാം, അവസാനത്തെ ഇല എന്ന കൃതി എഴുതിയത് ആരാണ്? ഒ ഹെൻറിയാണ്. അത് യഥാർത്ഥത്തിലുള്ള ഒരു കഥാകാരൻ്റെ തൂലികാനാമമാണ്. അപ്പോൾ ആരുടെ തൂലികാനാമമാണ് ഈ ഒ ഹെൻറി എന്നുള്ളത്? വില്യം സിഡ്നി പോട്ടർ. ആരാണ്? വില്യം സിഡ്നി പോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊന്നണിഞ്ഞ പ്ലസ് ആനകൾ. പൊന്നണിഞ്ഞ് പ്ലസ് ആനകൾ. മുകളിൽ തന്നിരിക്കുന്നതിൽ പൊന്നണിഞ്ഞാനകൾ എന്ന പദം പിരിച്ചെഴുതിയാൽ ശരിയായത് ഏതാണ്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? പൊന്നണിഞ്ഞ് പ്ലസ് ആനകളാണ് പൊന്നണിഞ്ഞാനകൾ എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? ഒരു ചന്ദ്രക്കല വേണം. പൊന്നണിഞ്ഞ് പ്ലസ് ആനകൾ. അടുത്തത്, പടക്കളത്തിലേക്ക് എന്ന കവിതയിൽ എഴുത്തച്ഛൻ വെള്ളത്തിലെ തിര എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ആൻസർ വെള്ളക്കുതിരകളെ. ഏതിനെയാണ്? വെള്ളക്കുതിരകളെയാണ് വെള്ളത്തിലെ തിര എന്ന് നമ്മുടെ എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, അലാഹയുടെ പെൺമക്കൾ എന്നത് ആരുടെ നോവലാണ്? സാറ ജോസഫ്. കേട്ടോ, സാറ ജോസഫിൻ്റെയാണ് അലാഹയുടെ പെൺമക്കൾ. ശ്രദ്ധേയനായ ഗോത്ര കവികളിൽ ഒരാളാണ് പ്രകാശ് ചെന്തള. അദ്ദേഹം കവിതകൾ രചിക്കുന്നത് ഏത് ഗോത്ര ഭാഷയിലാണ്? ആൻസർ മലവേട്ടുവ. ഇതാണ് മലവേട്ടുവ എന്ന ഗോത്ര ഭാഷയിലാണ് പ്രകാശ് ചെന്തള കവിതകൾ രചിക്കുന്നത്. അടുത്തത്, കുറ്റിപ്പുറം പാലം. കേട്ടിട്ടുണ്ടല്ലോ. ഒരു പരിസ്ഥിതി കവിതയാണ് കുറ്റിപ്പുറം പാലം. ഇത് എഴുതിയത് ആരാ? ഇടശ്ശേരി. ആരാണ്? ഇടശ്ശേരി.